ചൂട് കാരണം ചോക്ലേറ്റ് മുഴുവൻ അലിഞ്ഞു പോയല്ലോ. ഇനി ചോക്ലേറ്റ് കഴിക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടെത്തണം. ഈ ചോക്ലേറ്റ് ഒട്ടും അലിഞ്ഞു പോയിട്ടില്ല. അയ്യോ, ഈ ചോക്ലേറ്റ് മൊത്തമായിട്ട് അലിഞ്ഞു പോയല്ലോ. അത് ശരി, നീ ഇങ്ങനെ പുറകെ ഇരുന്ന് ചോക്ലേറ്റ് കഴിക്കണമെന്ന് വാശി പിടിച്ചത് എന്തിനാണ്? ചൂട് കാലത്ത് അലിഞ്ഞു പോകുമെന്ന് അറിയില്ലേ? അതങ്ങ് വിട്ടുകളയ ജോർദാർ. എന്റെ വലിയ കഴുതയാ അതുകൊണ്ടാ ഇങ്ങനെ പറയുന്നേ. നിങ്ങൾ ഇങ്ങനെ ഒരുപാടായി കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് സംശയമുണ്ടോ? ഇതാണെങ്കിൽ ഒരുപാട് ചോക്ലേറ്റും ഉണ്ട്. ഏതോ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്നെന്ന് തോന്നുന്നു. ഖന്ന സാറേ, ഇത്രയും ചോക്ലേറ്റ് സാറിന് എവിടുന്നാ കിട്ടിയത്? ഇന്നലെ ഞാൻ അത്യാവശ്യം പുറത്തോട്ട് ഇറങ്ങിയപ്പോ പെട്ടെന്ന് മഴ വന്നു. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. അതുകൊണ്ട് ബാങ്ക് എനിക്ക് ഇതെല്ലാം ഗിഫ്റ്റ് ആയിട്ട് തന്നു. അടി കൈ. കാറ്റ് വന്നാൽ പാടിടാം, കാലുളുക്കിയാൽ ബാമിടാം. ചോക്ലേറ്റ് അടിച്ചു മാറ്റാൻ ഇന്ന് ഞാൻ മുന്നില. അടിച്ചു മാറ്റും ഞാൻ, അതറിയാത്തവരെ കൊണ്ട് അടിച്ചു മാറ്റിക്കും. ഞാനാണ് മണിയമ്പൂച്ച. തുണികളലക്കും വാഷിംഗ് മെഷീൻ, ജ്യൂസ് അടിക്കും മിക്സി മെഷീൻ. ഓടിച്ചെന്നാൽ പിന്നെ ഞാനോ ചാടിപ്പോകും റേസിംഗ് മെഷീൻ. പാടിയ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് കാടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പാടാൻ നിങ്ങൾ എനിക്ക് കാശൊന്നും തരുന്നില്ലല്ലോ. ഇപ്പോഴത്തെ ചോക്ലേറ്റിനൊന്നും ആ പഴയ ടേസ്റ്റ് ഇല്ല. അയ്യോ, എന്റെ കൈ ഇപ്പൊ കാണിച്ചു തരാം. എന്റെ കൈയിരുന്ന ചോക്ലേറ്റ് പിടിച്ചു വാങ്ങിയിട്ട് എന്നെ തല്ലേ കൂടെ ചെയ്താ നീ. നിന്നെ ഞാനുണ്ടല്ലോ. അയ്യോ, ഞാൻ ആരാണെന്ന് ഇവന് കാണിച്ചു കൊടുക്കാം. ഓഹോ, താങ്ക് യു. അല്ല, ഈ ചെടിച്ചട്ടി എവിടെ പോയി? സെൽഫ് സ്റ്റാർട്ടർ കേടായത് കൊണ്ട് കിക്കർ അടിച്ചു ഞാൻ. ഇത്രയുമേറെ ചോക്ലേറ്റ് കണ്ടാൽ കുറച്ചെടുക്കും ഞാൻ. എടുക്കുമല്ലോ, എടുക്കാൻ അറിയാത്തവരെ കൊണ്ട് ഞാൻ എടുപ്പിക്കുമല്ലോ. ഞാനാണ് മണിയമ്പൂച്ച. ലോക്ക്ഡൌൺ ആയിട്ട് ആൾക്കാരെല്ലാം പുറത്തിറങ്ങുന്നു. ഒരു പൂച്ചയായിട്ട് കുരങ്ങനെ പോലെ റാപ്പ് ചെയ്യുന്നു. അടി കൈ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവനിത് എത്ര വേഗത്തിലാ ഓടുന്നത്. എനിക്ക് തോന്നുന്നത് ഫ്രൈഡേ തന്നെ ഇവൻ വീക്കെൻഡ് പാർട്ടി നടത്തുമെന്നാ. അഥവാ എനിക്കൊരു ബസ് ഉണ്ടായിരുന്നെങ്കിലേ പോയാ എന്നാൽ ഒരു കാരണവശാലും ഇവന് ഞാൻ ലിഫ്റ്റ് കൊടുക്കില്ലായിരുന്നു. എടാ, അവന് ലിഫ്റ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും ചോക്ലേറ്റ് തീർച്ചയായിട്ടും കിട്ടും. ഞാനിതുവരെ ചോക്ലേറ്റ് അല്ലാതെ വേറൊന്നും കഴിച്ചിട്ടില്ല. എന്നെ പിടിക്കാൻ മാത്രം ആരും ഇതുവരെ ജനിച്ചിട്ടില്ല. ഓടിക്കും ഞാൻ, ഓടിക്കും. ഇതുവരെ ഓടാത്തവരെ എല്ലാം ചെറുതായി ഓടിക്കും ഞാൻ. എന്റെ അമ്മോ, വലിയ കോടീശ്വരന്മാരാന്നാ തോന്നുന്നേ. പച്ചക്കറി എടുത്തോണ്ട് പോയി ഫ്രീ ആയി കിട്ടുന്ന മല്ലിയില വേണ്ടെന്ന് വെച്ചല്ലോ.
അയ്യോ 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 അയ്യോ. എവിടെ പോയവൻ? അയ്യോ ചമ്മച്ചേ. അടുത്ത 3 വർഷത്തേക്കുള്ള എല്ലാ ട്രിപ്പും ക്യാൻസലാക്കി. കാരണം ഇന്ന് ഒരുപാട് കറങ്ങി. ആ കാട്ടുകള്ളനെ പിടിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നല്ല, ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ നമ്മളിതാ ഈ അവസ്ഥയിലായി. സംശയമുണ്ടോ? അവൻ ലോകത്തുള്ള എല്ലാ ചോക്ലേറ്റും തിന്നു തീർക്കും എന്റെ അമ്മച്ചി. കണ്ടില്ലേ, പല നാൾ കള്ളൻ ഒരു നാൾ ചതിക്കപ്പെടുമെന്നാണ്. അതില് പിടിക്കപ്പെടുമെന്നല്ലേ? ഈ ഖന്ന സാറിന്റെ കവിത കേട്ട് കേട്ട് എല്ലാ കവിതകളും ഞാനിപ്പോ തലതിരിച്ചാ പറയുന്നത്. പോപ്പട്ടെ, ഇതിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ നിന്നെ സഹായിക്കാം. അല്ല, ഇതിൽ നിന്ന് അവന്റെ പല്ല് ഊരിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ. കാക്ക കരഞ്ഞു കാക്കാക്ക, കുയിലുകൾ കൂവി കൂക്കൂ കൂ. തെറ്റുകളെല്ലാം മാപ്പാക്കൂ, കുറ്റമതെല്ലാം പറഞ്ഞേക്കൂ. ഓക്കേ, ചോദിക്കും ഞാൻ. മാപ്പ് ഇതുവരെ കൊടുക്കാത്തവരോടും അത് ചോദിച്ച് വാങ്ങും ഞാൻ. ബിക്കോസ് ഐ ആം മണിയമ്പൂച്ച. ദാ കണ്ടോ, രക്ഷപ്പെട്ടു. അല്ല, ഇതെന്റെ കൂട്ടുകാരൻ നാഗേഷ് ആണല്ലോ. ഇവനെന്തിനാ വിഷമിച്ച് നടക്കുന്നത്? ചിലപ്പോ നായേഷ് എന്നുള്ള പേര് പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ട് കാണില്ല, അതുകൊണ്ടായിരിക്കും. എന്തു പറ്റി സുഹൃത്തെ, നീ എന്തിനാണ് കരയുന്നത്? ഇന്നലെ ഡാൻസ് മത്സരത്തിൽ വെച്ച് ജഡ്ജ് എന്നോട് ചോദിച്ചു, നിനക്ക് ഡാൻസ് അറിയാമോന്ന്. അങ്ങേരെ ഡാൻസ് കണ്ടതിന് ശേഷമാണ് ഈ ചോദ്യം എന്നോട് ചോദിച്ചത്. ഇനി ഞാൻ ആ ഷോയിൽ നിന്ന് അകത്താവോ പുറത്താവോ ഈരിപ്പാവോ കിടപ്പാവോ എന്നൊന്നും അറിയില്ല. വീട്ടില് പരിപ്പ് വേവിച്ചപ്പോ കുക്കർ അടക്കമാണ് എടുത്ത് വിഴുങ്ങിയത്. ഓ എന്ന് പറഞ്ഞാണല്ലോ വിസില് പോകുന്നത്. നിങ്ങൾ എന്തായാലും പോയി കളിച്ചോളൂ, ഞാൻ ഇദ്ദേഹത്തോടൊപ്പം ഇവിടെ ഇരിക്കാം. അടിപൊളി. Now run. അയ്യോ എടാ, ഓടാനാടാ ഞാൻ പറഞ്ഞത്, കഴുതകളെ. അല്ല, ഇവര് നാഗേഷിനെ കൊണ്ട് എങ്ങോട്ടാണ് ഈ പോകുന്നത്? നിങ്ങൾക്ക് 4 പേർക്കും ഇപ്പോൾ എന്താ വേണ്ടത്? ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കുറുക്കനെ കൊണ്ടുപോവുകയാണ്. അയ്യോ കൂട്ടുകാരെ, ഇവര് കൺഫ്യൂഷൻ ആയിട്ട് നായേഷിനെ ഒരു കുറുക്കനായിട്ടാ കണ്ടിരിക്കുന്നേ. കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവാറുള്ളതാ. ഇന്നലെ ഈ പോപ്പട്ട് തന്നെ ട്രാഫിക്കിന് മുമ്പിൽ പോയി നിൽക്കുമായിരുന്നു. ഗ്രീൻ സിഗ്നൽ ആണെന്ന് ആൾക്കാർ വിചാരിച്ചത്. അന്നേരം എല്ലാരും ഇവന്റെ മേൽത്തിട്ട് വണ്ടി കയറ്റിയായിരുന്നോ? ഇല്ലില്ല, പെട്ടെന്ന് ഇവൻ തിരിഞ്ഞപ്പോ ആൾക്കാർ ഇവന്റെ ചൂണ്ട് കണ്ടിട്ട് റെഡ് സിഗ്നൽ ആണെന്ന് വിചാരിച്ച് അവിടെ നിന്നു. എടാ, എന്നെ ഇട്ട് വാരിയത് മതി. ദാ അവന്മാരെ പോയി പിടിക്ക്.
ഇവന്മാരെ ഞാൻ ഇപ്പൊ ഓടിച്ച് കാണിച്ചു തരാം. പിള്ളാരെ കുറച്ച് റൈറ്റിലേക്ക് നീങ്ങ, ഇനി കുറച്ച് ലെഫ്റ്റ്. ഇനി വേണമെങ്കിൽ നിങ്ങൾ കലം പൊട്ടിച്ചു. ഹലോ അയ്യോ ആഹാ, അടിപൊളി. We are winning. നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. യു ആർ stupid idiot. സ്റ്റോപ്പ് ഇറ്റ്. അയ്യോ, ഞാൻ നിന്നെയൊക്കെ വഴക്ക് പറഞ്ഞതാണ്. ഒരു കുറുക്കനായിട്ട് പോലും കൂവാൻ അറിയില്ലെങ്കിലും ഇംഗ്ലീഷ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതൊക്കെ പോട്ടെ, ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് മാഗി നൂഡിൽസിന്റെ പാക്കറ്റ് എടുത്ത് ഇടിയപ്പത്തിന്റെ പാക്കറ്റ് ആണെന്ന് പറഞ്ഞ് വാങ്ങാൻ നോക്കിയത് ആരാണ്? ഒന്ന് മിണ്ടാതിരിക്കടാ. നീ കുറുക്കനാണെന്നുള്ള കാര്യം ഞങ്ങൾ സമ്മതിച്ചു. അതിനുവേണ്ടി എപ്പോഴും ഔ ഔ എന്നിങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല, മനസ്സിലായോ? എനിക്ക് വിഷമം വരുമ്പോ ഞാൻ ഊന്ന് ഓരിയിടും. കാരണം അങ്ങനെ ചെയ്താൽ എന്റെ സ്ട്രെസ് കുറയും. എനിക്ക് വിഷമമുണ്ട്, കാരണം കുട്ടിക്കാലത്ത് എന്റെ സ്വർണത്തിന്റെ സ്പൂണിൽ കോരിയാണ് പാല് കുടിപ്പിച്ചിരുന്നത്. ലാസ്റ്റ് വേഗം ഇറങ്ങ. നായഷിനെ കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടേണ്ടി വരും. ഈ നായേഷ് ഞങ്ങളുടെ സോർദാറിനെ പോലെയാണ്. അപ്പോൾ ഈ സോർദാറും കുറുക്കനാണെന്ന് അർത്ഥം. കൂട്ടുകാരെ, ഇവനെയും ഈ പൂച്ചകളിൽ നിന്ന് വേഗം രക്ഷിക്കുക. അയ്യോ വേണ്ട വേണ്ട, ഞാൻ നായ തന്നെയാണ്. വേണമെങ്കിൽ കുറച്ച് കാണിക്കാം. അയ്യോ ക്ഷമിക്കണം, ഇതെന്റെ ഫോണിന്റെ റിംഗ് ടോൺ ആണ്. സോറി. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ നാലെണ്ണവും ഇവിടെ നടി കൊണ്ടിട്ടേ പോകൂ എന്ന് മനസ്സിലായി. കൂട്ടുകാരെ, ഇവന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നായഷിനെ കൊണ്ട് നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണം. നീ ഒരു വൃത്തികെട്ടവനും വിവരദോഷിയാണോ? അല്ല. അപ്പൊ പിന്നെ ഇവൻ നിന്നെ കുറിച്ച് അങ്ങനെ പറയാൻ എന്താ കാരണം? ഐഡിയ, ഈ കുറുക്കന്മാർക്ക് അവരുടെ രീതി തന്നെ മനസ്സിലാക്കി കൊടുക്കാം.